ദൈവം എല്ലാവരെയും ഒരേ രീതിയിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പക്ഷേ വളർന്നു വരുമ്പോൾ ഓരോ പ്രവർത്തനങ്ങളും ഏതൊക്കെ രീതികളിലാണ് ഈ മനുഷ്യ തലച്ചോറിൽ ഉണ്ടാകുന്നത്. അതിന് ഓരോ അളവുകളുണ്ട്. വാട്ട് ഇസ് ദ യൂണിറ്റ് ഓഫ് പവർ, അതുപോലെ ഹെഡ്സ് ഫ്രീക്വൻസി, അതുപോലെ ഓം റെസിസ്റ്റൻസ്. അതുപോലെ നമുക്ക് ഓർമ്മയുടെ അളവുകോലെന്ന് വിശേഷിപ്പിക്കുന്ന രണ്ട് ലെറ്ററാണ്. അത് IQ സ്റ്റാൻഡ്സ് ഫോർ ഇൻ്റലിജൻസ് കോഷ്യൻ്റ് എന്ന് പറയും. ഇത് ഓരോരുത്തരിലും അവർ വളരുന്നതനുസരിച്ച് അവരുടെ തലച്ചോറിൽ ഈ അളവ് കൂടിക്കൊണ്ടിരിക്കും. എന്ന് വെച്ചാൽ അവരെന്ത് പഠിക്കുന്നുവോ അത് മനസ്സിലാക്കി പഠിച്ച് മറന്നു പോവാതെ, അത് പരീക്ഷയ്ക്ക് മാത്രമല്ല, പരീക്ഷ കഴിഞ്ഞാലും അത് ഓർമ്മയിൽ നിൽക്കും. നമ്മളൊരു പ്രസിഡന്റ്, രാഷ്ട്രപതിയുടെ പേര് കാണിച്ചു കൊടുക്കുന്നു, അപ്പോൾ അതും മനസ്സിലാവും, അതും പിക്ചറൈസ് ചെയ്യും. നമുക്കെല്ലാവർക്കും ഒരു വൺ ബ്രെയിൻ ടു സൈഡാണ്, ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. വൺ ബ്രെയിൻ ടു സൈഡ്, ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. അപ്പോൾ എല്ലാവരും പറയുന്ന ഇടത് കൈ കൊണ്ട് എഴുതുന്ന അത് പറച്ചിൽ എന്ന് വെച്ചാൽ അത് ഒരു പരിധി വരെ അത് നല്ലതാണ്. ഇടത് ഇപ്പോൾ വലം കൈ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഇടം കൈ കൊണ്ട് ചെയ്താൽ ഓർമ്മശക്തി കൂടും എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ പറയുന്നതാണ് വൺ ബ്രെയിൻ ടു സൈഡ്, ലെഫ്റ്റ് ഇടതുവശം എന്ന് പറയുന്നത് പക്ഷേ ഷോർട്ട് പീരീഡ് എന്നാണ് പറയുന്നത്. ഇടതുവശം തികച്ചും ഷോർട്ട് പീരീഡും, മറിച്ച് റൈറ്റ് സൈഡ് എന്ന് പറയുന്നത്, വലതുവശം എന്ന് പറയുന്നത് വെരി 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 ലോങ് പീരീഡാണ്. അതായത് നമ്മൾ എക്സാമിന് വേണ്ടി മാത്രം പഠിക്കുന്നു. എക്സാം നാളെയാണെങ്കിൽ അല്ലെങ്കിൽ തലേന്നിരുന്ന് അല്ലെങ്കിൽ 2 ദിവസം മുമ്പ് ഇരുന്ന് പഠിക്കുന്നു. അത് ഷോർട്ട് പീരീഡാണ്. ആ പഠിക്കുന്ന കാര്യങ്ങൾ എക്സാമിന് വേണ്ടി മാത്രം എഴുതി അടുത്ത നിമിഷങ്ങൾക്കുള്ളിൽ വിതിൻ സെക്കൻഡ്സിൽ അത് മറന്നു പോകുന്നു. അത് ഷോർട്ട് പീരീഡ്. മറിച്ച് മനസ്സിലാക്കി ബൈഹാർട്ടായിട്ട് കാണാപ്പാഠം പഠിക്കാതെ മനസ്സിലാക്കി പഠിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും അത് ബ്രെയിനിൻ്റെ വലതുവശത്ത് പോയി കിടക്കും. അതാണ് വെരി 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 ലോങ് പീരീഡ് എന്ന് പറയാൻ കാര്യം. ഒരു മനുഷ്യന് അങ്ങനെ റൈറ്റ് സൈഡിലോട്ടും ലെഫ്റ്റ് സൈഡിലോട്ടും സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത് അവൻ്റെ മെൻ്റൽ പവർ കൊണ്ടാണ്. ഇപ്പം നമ്മളെ ഒരു അധ്യാപകൻ പേര് ചോദിക്കുന്നു, ക്ലാസ്സിൽ ഒരു കുട്ടിയെടുത്ത് പേര് ചോദിക്കുന്നു, അവൻ പറയുന്നത് സുരേഷ് അല്ലെങ്കിൽ സന്ദീപ് അല്ലെങ്കിൽ രാജേഷ് എന്ന് പറയുന്നത് X or Y എന്തുമായിക്കൊള്ളട്ടെ. പക്ഷേ ഇത് അധ്യാപകൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് പ്രവേശിക്കുന്നത്. അധ്യാപകൻ എന്ത് ചെയ്യും, നിമിഷങ്ങൾക്കുള്ളിൽ മറക്കുകയും പിന്നെ ആ പേര് ചോദിക്കുകയാണ്. പക്ഷേ അവൻ്റെ രൂപവും ഭാവവും, അവൻ്റെ മുഖസാദൃശ്യം, അവൻ്റെ റിസംബ്ലൻസ് അത് എവിടെ കേന്ദ്രീകരിക്കും? അധ്യാപകൻ്റെ വലത് സൈഡിൽ കേന്ദ്രീകരിക്കും. അതുകൊണ്ടാണ് അവന് പറയത്തില്ലേ, പേര് മറക്കുന്നു. ഒരാളുടെ ഒരു വ്യക്തിയെടുത്ത് പേര് ചോദിച്ച്, അത് ഏത് വ്യക്തിക്ക് ഉണ്ടാകുന്നൊരു അനുഭവമാണ്. അവർ പറയാറുണ്ട്, ആ ഒരു പേരും എനിക്ക് ഓർമ്മ കിട്ടത്തില്ല, പക്ഷേ ആളുടെ രൂപവും ഭാവവും വെച്ച് ആളിനെ ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കും. അത് തലച്ചോറിൻ്റെ 2 വശങ്ങളുടെയും പ്രത്യേകതയാണ്, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എന്ന് പറയും. മെമ്മറി ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ സാറിൻ്റെ ഈ ക്ലാസ്സിന് ഏതൊക്കെ സമയങ്ങളാണ്, ഏതൊക്കെ ടൈമിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്? ഞാൻ കൂടുതലും ഈ ക്ലാസ്സുകൾ ഒരിക്കലും പൈസ മോഹിച്ചല്ല എടുക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മളെ കുട്ടികൾ, നമ്മളെ കേരളത്തിലെ യുവജനങ്ങൾ, പ്രത്യേകിച്ച് നമ്മളെ വിദ്യാർത്ഥികൾ, നവസമൂഹ സൃഷ്ടികളാണല്ലോ നമ്മളെ വിദ്യാർത്ഥിനികൾ എന്ന് പറയുന്നത്. അവരെ വേ ഫോർവേഡ് മുന്നോട്ട് കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ട് ചാരിറ്റി സംബന്ധമായിട്ട് നമ്മളങ്ങ് ചെയ്യുകയാണ്. എന്ന് വെച്ചാൽ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ എന്നിൽ കിട്ടുന്ന അറിവ് അവരിലേക്ക് ഞാനത് കൊടുക്കുകയാണ്. അപ്പോൾ ആ രീതിയിൽ ഞാൻ മിക്കവാറും നമ്മുടെ ക്ലാസ്സിൻ്റെ ടൈം എന്ന് പറയുന്നത് ഒരു 2-3 മണിക്കൂർ എടുക്കും. 1.5 മണിക്കൂറാണ് മിനിമം പറയുന്നതെങ്കിലും അത് അവർ കേട്ടിരുന്നതുകൊണ്ട് അവർ സമയം പോകുന്ന അറിയത്തില്ല. എന്ന് വെച്ചാൽ ഈ ടിപ്സുകളൊക്കെ അവർക്ക് രസകരമാണ്. ഇപ്പം നമ്മൾ 14 ജില്ലകൾ ഞാൻ പാടുന്നത് വഞ്ചിപ്പാട്ട് രൂപത്തിലാണ്. അതായത് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂര്, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, ലാസ്റ്റ് കാസർഗോഡുണ്ടേ. അപ്പൊ ഇങ്ങനെ പറയുമ്പോ കുട്ടി അവരും അതിന്റെ ഭാഗമാക്കാവും. അപ്പം അവരും കൈയടിക്കും, രസകരമാവും. അവർ അവിടെ നിന്ന് തന്നെ ഇത് പഠിക്കും. അവർ കുറച്ച് ആൾക്കാരെ ആക്ടിവിറ്റീസ് കൊടുക്കും, അവർ ഇന്ന് പറയും, എന്നിട്ട് തിരിച്ചു പറയാൻ പറയും. അപ്പോൾ തിരിച്ചു പറയാൻ പലരും പറഞ്ഞില്ലെങ്കിൽ അവരെ കൊണ്ട് പറയിപ്പിക്കും. അതിങ്ങനെയാണ് കാസർഗോഡ്, കണ്ണൂര്, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂരുണ്ടല്ലോ. എറണാകുളം, ഇടുക്കി, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, ട്രിവാൻഡ്രമുണ്ടല്ലോ. അങ്ങനെ നമ്മൾ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് ഇത് കൂടുതൽ ബ്രെയിൻ നന്നായിട്ട് സ്ട്രെയിൻ എടുത്ത് അല്ലെങ്കിൽ ടാസ്ക് കൊടുക്കുകയാണ് ബ്രെയിന്. മെമ്മറി
ഡെവലപ്മെന്റ് ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറഞ്ഞ ആ ഒരു ഇതിനെക്കുറിച്ച് പല റേഡിയോകളിലും വീഡിയോകളിലും സ്റ്റേജ് പ്രോഗ്രാമുകളിലൊക്കെ അവതരിപ്പിക്കുന്നത്. അത് ഏതൊക്കെ ക്ലാസ് ഓഫ് ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്? സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണോ, പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണോ? ഇതിൻ്റെ കൂടുതൽ പ്രയോജനകരമായിട്ടുള്ള കാര്യങ്ങൾ കിട്ടുന്നത് ഏത് വിഭാഗം ആൾക്കാർക്കാണ്? പ്രായഭേദമന്യേ ആർക്കും രസിക്കാവുന്ന പ്രോഗ്രാം രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. അതായത് ഓർമ്മയുടെ രസതന്ത്രം എന്നാണ് കുട്ടികൾക്കായിട്ട് ഞാൻ ഇട്ടിരിക്കുന്ന പേര്. പക്ഷേ അത് കുറച്ചും കൂടെ നമ്മൾ അമ്പലങ്ങളിലൊക്കെ ചെയ്യുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രഭാഷണ രീതിയിലോട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ അത് പേര് മാറ്റി, ടൈറ്റിലൊന്ന് മാറ്റി. അത് ജീവിതത്തിൻ്റെ രസതന്ത്രമാവും. ഇപ്പം 4ാം ക്ലാസ് മുതൽ, ഇപ്പോൾ LP ക്ലാസ് മുതൽ എബവ്, ഇപ്പം ഹൈസ്കൂള്, ഹയർ സെക്കൻഡറി, അതുപോലെ ഡിഗ്രി, PG അതിൻ്റെ എബവ് പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ എക്സാം എഴുതുന്നവർക്ക് വരെ പ്രയോജനപ്രദമാകുന്ന രീതിയിലാണ് ഞാൻ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. അതൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇന്ത്യയിലെ രാഷ്ട്രപതിമാർ എല്ലാവരുടെയും പേരുകൾ കോർത്തിണക്കി ഒരു പാട്ടിലൂടെ അല്ലെങ്കിൽ ഡാൻസിലൂടെയാണ് ഞാൻ അത് പറഞ്ഞു വെക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, രാജു രാധേ സക്കീർ, ഗിരിയും അലിയും സജീവം, ജ്ഞാനി വെങ്കിട്ട ശർമ്മേ, KR കാലാം, പ്രതിഭ പ്രണാമം, കോവിന്ദ മുർമു. മുർമു നമുക്കറിയാം, ഇപ്പോഴത്തെ രാഷ്ട്രപതിയാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ടിപ്സ്. ഇത് നമ്മൾ ഓരോ ലൈനും നമ്മൾ എടുത്ത് സ്പ്ലിറ്റ് ചെയ്യും. ഇപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞത് രാജു രാധേ സക്കീർ, അപ്പോൾ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഡോക്ടർ S രാധാകൃഷ്ണൻ, ഡോക്ടർ സക്കീർ ഹുസൈൻ. എന്നിട്ട് അത് ചെറിയ ഡാൻസിലൂടെ ഗിരിയും അലിയും സജീവം, ബിബി ഗിരി, ഫക്രുദ്ദീൻ അലി അഹമ്മദ്, നീലം സഞ്ജീവ റെഡ്ഡി, ജ്ഞാനി വെങ്കിട്ട ശർമ്മേ, ജ്ഞാനി സൈൽ സിംഗ്, R വെങ്കട്ടരാമൻ, ശങ്കർ ദയാൽ ശർമ്മ, KR കാലാം, പ്രതിഭ പ്രണാമം, കോവിന്ദ മുർമു, KR നാരായണൻ, APJ അബ്ദുൽ കലാം, പ്രതിഭ പാട്ടീൽ, പ്രണബ് മുഖർജി, രാംനാഥ് കോവിന്ദ്, ലാസ്റ്റ് വൺ ദ്രൗപദി മുർമു. അപ്പോൾ ഈ രീതിയിലൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഇവർ സ്വാഭാവികമായിട്ട് പാട്ടിലൂടെയും ഡാൻസിലൂടെയും ഇതങ്ങ് ആ നിമിഷം തന്നെ, വീട്ടിൽ പോയി നോക്കേണ്ട കാര്യമില്ല, ആ നിമിഷം തന്നെ രാഷ്ട്രപതിയുടെ പേര് അല്ലെങ്കിൽ രാഷ്ട്രപതിമാരുടെ എല്ലാവരുടെയും പേര് ബൈഹാർട്ടായിട്ട് അവർ ഓർമ്മയിലേക്ക്, അവരുടെ കോശങ്ങളിലേക്ക്, ന്യൂറോൺസിലോട്ട് കടന്നു കയറി പോവുകയാണ് അവരറിയാതെ. PSC പഠനമാണ് എന്നെ ഈ രീതിയിലോട്ട് ഡൈവേർട്ടാക്കിയത്. അതായത് ഞാൻ ചുമ്മാ ഇങ്ങനെ പഠിച്ച് റാൻഡമായിട്ട് പഠിച്ച് ഞാൻ പറയുകയും ചെയ്തായിരുന്നു. അത് ഞാൻ വിചാരിച്ചത് മൊത്തം ഫുള്ളായിട്ടൊക്കെ പഠിച്ചാൽ എങ്ങനെ ഇരിക്കും. അതിൽ പ്രകാരം ഞാൻ ഇത് ഫുള്ളായിട്ട് പഠിക്കുകയും രാജ്യങ്ങളെ പഠിച്ചു. ഇതുപോലുള്ള പിന്നെ രജിസ്ട്രേഷൻ, നമ്മളെ 14 ജില്ലകൾ കഴിഞ്ഞിട്ട് രജിസ്ട്രേഷനുണ്ട്. KL-16 എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം അത് ആക്ടിങ്ങിലാണ്. അങ്ങനെ ആ രജിസ്ട്രേഷനെ ഞാൻ ഓർത്ത് പറയുന്നുണ്ട്. അതുപോലെ USA, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, എത്ര സ്റ്റേറ്റുകളാണെന്ന് പറയുന്നുണ്ട്. USA കുറിച്ച് നമുക്ക് ആരും ഇതുവരെ നമുക്ക് അങ്ങനെ പറഞ്ഞ് എത്ര സ്റ്റേറ്റ്സ് ആണെന്ന് പറഞ്ഞ് തന്നിട്ടില്ല. അതും കൂടെ ഈ അവസരത്തിൽ പറയുകയാണ്. വാഷിങ്ടൺ, ഒറിഗൺ, കാലിഫോർണിയ, നെവാദ, ഐഡഹോ, മൊണ്ടാന, വ്യോമിംഗ്, ഉട്ട, അരിസോണ, ന്യൂ മെക്സിക്കോ, കൊളറാഡോ, നോർത്ത് ഡക്കോട്ട, സൗത്ത് ഡക്കോട്ട, നെബ്രാസ്ക, കാൻസസ്, ഒക്ലഹോമ, ടെക്സസ്, മിനസോട്ട, അയോവ, മിസൗറി, ആർക്കിൻസോ, ലൂയിസിയാന, മിസിസിപ്പി, ഇലിനോയി, വിസ്കോൺസിൻ, മിഷിഗൺ, ഇൻഡ്യാന, ഒഹായോ, കെൻട്രക്കി, ടെന്നസി, അലബാമ, ജോർജിയ, ഫ്ലോറിഡ, സൗത്ത് കരോളിന, നോർത്ത് കരോളിന, വിർജീനിയ, പെൻസിൽവേനിയ, ന്യൂയോർക്ക്, മെയിൻ, വെർമോണ്ട്, വെസ്റ്റ് വെർജീനിയ, ന്യൂ ഹാംഷെയർ, മസാച്യുസെറ്റ്സ്, കണക്റ്റിക്കറ്റ്, ന്യൂജേഴ്സി, ഡെലാവെയർ, മേരിലാൻഡ്, DC, അലാസ്ക, ഹവായി, ലാസ്റ്റ് വൺ റോഡ് ഐലൻഡ്. ഇത്രയും സ്റ്റേറ്റുകൾ ചേർന്നതാണ് USA. അതുപോലെ UAE മൊത്തം ഉള്ളതെന്ന് പറയാം എണ്ണം ഏതാണ് പറഞ്ഞാൽ എണ്ണം ഞാൻ എണ്ണാൻ പോലും 50 സ്റ്റേറ്റുകൾ. 50 സ്റ്റേറ്റ്. അതായത് ഏറ്റവും വലിയ ഡോക്ടർ എനിക്ക് സമയം തന്നില്ല. ഏറ്റവും വലിയ സ്റ്റേറ്റ് അലാസ്കയാണ് ഏറ്റവും വലിയ സ്റ്റേറ്റ്. ഏറ്റവും ചെറിയ സ്റ്റേറ്റ് റോഡ് ഐലൻഡുമാണ്. പക്ഷെ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എല്ലാവരും അധ്യാപകർ ഉൾപ്പെടെ പറഞ്ഞു പോയിട്ടുണ്ട്, ന്യൂസ് പേപ്പർ ഒരുപാട് തന്നെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ന്യൂസ് പേപ്പർ എന്ന് പറയുമ്പം അതിനൊരു ഫുൾ ഫോം ഉണ്ട്. നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്. എന്താണ് പേപ്പർ? പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ് ഈവൻസ് റിപ്പോർട്ട്. ഇതാണ് ന്യൂസ് പേപ്പർ. ഇത് പലർക്കും അറിയില്ല. നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്. പേപ്പർ പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ്, പഴയതും പുതിയതുമായ കാര്യങ്ങളെ പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ് ഈവൻസ് റിപ്പോർട്ട്. എന്താണ്? സംഭവ വികാസങ്ങളെ അപ്ഡേറ്റ് ചെയ്തു. അതാണ് ന്യൂസ് പേപ്പർ. അതുപോലെ ഫാമിലിക്കും ഉണ്ട് ഫുൾ ഫോം.
ഫാദർ ആൻഡ് മദർ ഐ ലവ് യു. അച്ഛ അമ്മ ഞാൻ നിങ്ങളെ സ്നേഹിക്കും. ഒരിക്കലും നമുക്ക് മറവിയെക്കുറിച്ച് പറയാനൊക്കത്തില്ല. ഓർമ്മ മറവി 2-3 അക്ഷരമാണ്. പക്ഷേ ഒരു ഡേ ഉണ്ടെങ്കിൽ ഒരു നൈറ്റ് ഉണ്ട്, ഒരു സുഖമുണ്ടെങ്കിൽ ദുഃഖമുണ്ട്, അതുപോലെ ഓർമ്മയുണ്ടെങ്കിൽ ഒരു മറവിയുമുണ്ട്. പക്ഷെ നമ്മളെ എപ്പോഴും ഓർക്കാനാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. ഞാനിത് പഠിക്കുന്നത് എനിക്ക് വേണ്ടി, ഞാൻ സ്വന്തമായിട്ട് അയാളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നത് ഐ ഇൻട്രൊഡ്യൂസ്ഡ് എന്ന് പറയത്തില്ലേ, നമ്മൾ സ്വയമായിട്ട് എന്നതിൽ നമ്മൾ വർക്ക് ചെയ്യുന്നത് നമുക്ക് വേണ്ടിയാണ്. നമ്മൾ സ്വയം നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യണം. ഓരോരുത്തർ എണീറ്റ് പറയത്തില്ല ഐ ആം ദി ബെസ്റ്റ്. നമ്മൾ പറയും, രാവിലെ എണീറ്റ് പറയും ഐ ആം ദി ബെസ്റ്റ്, ഐ ക്യാൻ ഡു ഇറ്റ്, അല്ലേ? അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുന്നു, നമ്മളെ തന്നെ ഉത്തേജിപ്പിക്കുകയാണ്. ഐ ആം എ വിന്നർ, ടുഡേ ഈസ് മൈ ഡേ, ഗോഡ് ഈസ് ആൾവേസ് വിത്ത് മീ. ഇതൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളെ മനസ്സ് തന്നെ നമ്മൾ തന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നു, അല്ലേ? ശരിയല്ലേ? അപ്പോൾ അത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് എനർജി വരും. ആ ദിവസം സൂപ്പറായിരിക്കും. നമ്മൾ പറയാം എയിം എന്താണ്? എയിം അംബീഷൻ ഇൻ മൈൻഡ്. അവൻ്റെ മനസ്സിൽ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ, ക്യാഷ് അതിന് ഫുൾ ഫോം ഉണ്ട്, പൈസ എന്നല്ല, ക്യാഷ്. സി ഫോർ കോൺഫിഡൻസ്, എ ഫോർ അംബീഷൻ, എസ് ഫോർ സിൻസിയാരിറ്റി, ലാസ്റ്റ് എച്ച് ഫോർ ഹാർഡ് വർക്ക്. ഇത് കയ്യിലുണ്ടെങ്കിൽ ആ ക്യാഷ് ഇഞ്ഞ് വന്നോളൂ. ഈ 4 അക്ഷരം ഉണ്ടെങ്കിൽ മറ്റേ ക്യാഷ് ഇഞ്ഞ് എവിടെയാണെങ്കിലും ആ ക്യാഷ് നമ്മളെ ഫോളോ ചെയ്ത് ഇഞ്ഞ് വന്നോളൂ. അതാ പറഞ്ഞാൽ സി ഫോർ കോൺഫിഡൻസ്. നമുക്ക് ആത്മവിശ്വാസം കുറവുണ്ടെങ്കിൽ അത് മാറ്റണം. അതെന്താണ്? ഈ അംബീഷൻ. ഒരു കുട്ടിയോട് നമ്മൾ ചോദിക്കും നിനക്ക് എന്താവാനാണ് ആഗ്രഹം? ഡോക്ടറോ എഞ്ചിനീയറോ മറ്റുള്ള അഡ്വക്കേറ്റോ അല്ലെങ്കിൽ ജഡ്ജ്, ഇങ്ങനെ പല കാര്യങ്ങളും അവരുടെ ആർമി, നേവി, എയർഫോഴ്സ് ഇഷ്ടം പോലുണ്ട്. പറഞ്ഞില്ലേ, ഒരുപാട് സാഹചര്യങ്ങളുണ്ട് ജോലി സംബന്ധമായിട്ട്. പക്ഷേ അവൻ മിടുക്കനാണെങ്കിൽ അവൻ IAS വരെ IPS എന്ത് വേണമെങ്കിലും അവന് ക്യാച്ച് ചെയ്യാം. പക്ഷേ ആ അംബീഷൻ അവൻ്റെ മനസ്സിലുണ്ടാണ്. പറഞ്ഞു നടക്കരുത് എനിക്ക് ഇതാവണം. അത് വളർന്നോടൊപ്പം തന്നെ വളവും കൊടുത്ത് അംബീഷനെ വളർത്തിക്കൊണ്ട് വരിക. അത് വളർത്തിക്കൊണ്ട് വരിക. അല്ലാതെ എനിക്ക് ഡോക്ടർ അങ്ങനെ പറയരുത്. ഒരിക്കലും അവൻ്റെ അംബീഷൻ പുറത്ത് പറയാൻ പാടില്ലെന്നാണ്. അപ്പോൾ കോൺഫിഡൻസ് ഉണ്ടാവണം, അംബീഷൻ ഉണ്ടാവണം, സിൻസിയർ ആയിരിക്കണം, ആത്മാർത്ഥമായിട്ട് വിചാരിക്കണം. അതിലുപരി നല്ല കഠിനാധ്വാനിയാണെങ്കിൽ അവൻ ഏതെങ്കിലും നല്ലൊരു പൊസിഷനിൽ, അവൻ ആഗ്രഹിക്കുന്ന പൊസിഷനിൽ അവൻ എത്തിയിരിക്കും. അത് തീർച്ചയാണ്. അപ്പോൾ കുടുംബത്തെ കുറിച്ചൊന്ന് പറഞ്ഞല്ലേ? ഫാമിലി എന്ന് പറഞ്ഞപ്പോഴാണ്. വൈഫ് അഡ്വക്കേറ്റ് സജിതയാണ്. ഒരു സ്ഥലം കേരളപുരമാണ്. ഇപ്പം ചിറ്റുമല ബ്ലോക്ക് മെമ്പർ ആയിരുന്നു 2005-10 കാര്യമാണ്. എല്ലാം കൊണ്ട് നല്ല സ്നേഹനിധിയായ ഒരു ഭാര്യയാണ്. എല്ലാം സഹായിച്ചിട്ടുള്ളതും ഭാര്യയുടെ ഒരു ഉണ്ട്. മക്കളും എല്ലാം 2 ആൺമക്കളാണ്. ഞാൻ മങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ PTA പ്രസിഡന്റുമാണ്. അവിടെ പഠിക്കുകയാണ് 2 ആൺമക്കൾ. ഒരാൾ ഈ 10ലും, അടുത്ത ആള് ഇളയാള് 7ലുമാണ്. പേര് മൂത്താളുടെ പേര് നിരഞ്ജന എസ് രാജ്, ഇളയാളിന്റെ പേര് നിഖിൽ എസ് രാജ്.